നടി മഞ്ജു വാര്യരുടെ പുതിയ അഭിമുഖം ശ്രദ്ധ നേടുന്നു. ജീവിതത്തിൽ സമാധാനത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്നതിനെക്കുറിച്ചും നെഗറ്റീവായ കാര്യങ്ങൾ അവഗണിക്കുന്നതിനെക്കുറിച്ചാണ് ഒരു ഓൺലൈൻ മീഡിയത്തിന് മഞ്ജു വാര്യർ സംസാരിച്ചത്. ചില സമയത്ത് ഞാൻ അമിതമായി ചിന്തിച്ച് എവിടെയോ പോകും, പിന്നെ തിരിച്ചു വരും. ചില സമയത്ത് എന്തെങ്കിലും നോക്കിയിരിക്കും. ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അതിനാൽ എന്താണ് തോന്നുന്നതെന്ന് പറയാനാകില്ല. നെഗറ്റിവിറ്റിയും പ്രശ്നങ്ങളും നടക്കുമ്പോൾ അത് ബാധിക്കുന്നതിനെക്കുറിച്ചും മഞ്ജു വാര്യർ സംസാരിച്ചു. ഒരിടത്ത് പ്രശ്നം നടക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് പോയി കാര്യങ്ങൾ മുഴുവൻ നോക്കുക. എത്ര ബാലിശമാണെന്ന് കാര്യങ്ങളാണെന്ന് തിരിച്ചറിയും. ഡിറ്റാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നതിൽ കംഫർട്ടായ ആളാണ് സിമ്പിളാണ്. ചിലർക്ക് സന്തോഷം വീട്ടിൽ തന്നെ ഇരുന്നത് കുടുംബത്തെ നോക്കുന്നതാണ്. ചിലരുടെ സന്തോഷം ചിലർക്ക് സന്തോഷമായിരിക്കില്ല. ഓരോരുത്തർക്കും സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരാളെ എത്ര ഉപദേശിച്ചാലും അവരുടെ അനുഭവങ്ങൾ വഴിയാണ് അവർ മാറുന്നത്. ഞാൻ മാറാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഡിറ്റാച്ച് ചെയ്യുകയോ മെഡിറ്റേറ്റ് ചെയ്യുകയോ ഒന്നും. എങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെയായി മാറുകയായിരുന്നു. അത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയാണെന്ന് ശരിയാണെന്ന് വിചാരിക്കുന്നവർ ഒരുപാടുണ്ട്. ആ അഭിപ്രായത്തെ ബഹുമാനിക്കുന്നെന്ന് മഞ്ജു വാര്യർ പറയുന്നു. അടുത്ത കാലത്തായി മഞ്ജു വാര്യർക്ക് വന്ന കുറ്റപ്പെടുത്തലുകൾ മറുപടിയാണെന്ന് കരുതുന്നവരുമുണ്ട്. മകൾ മീനാക്ഷി ഒപ്പമില്ലാത്തത് എന്ത്? ഇതെന്ത്? മഞ്ജുവായിരുന്നു ശരിയാണെങ്കിൽ അമ്മയ്ക്കൊപ്പം ഉണ്ടാകുന്നില്ലേ? മകളെ മറന്ന് ജീവിക്കുന്നു എന്നൊക്കെ മുൻ ഭർത്താവ് നടൻ ദിലീപിന്റെ ആരാധകർ കമന്റ് ചെയ്യാറുണ്ട്. അതേസമയം ഡിവോഴ്സ് സമയത്ത് അച്ഛനോടൊപ്പം നിൽക്കുകയാണെന്ന് മീനാക്ഷിയാണ് തീരുമാനിച്ചത്. മകളുടെ തീരുമാനം മഞ്ജു അംഗീകരിക്കുകയും ചെയ്തു.